My first experience on the stage, I went to the stage, I was invited without my permission. അപ്പോഴാണ് അറിഞ്ഞത് ബോധം പോകാൻ വേറെ ഒന്നും ചെയ്യണ്ട, സ്റ്റേജിൽ വന്ന് നിന്നാ മതി. സ്റ്റേജിൽ നിന്നപ്പോൾ ബോധം പോയി. ആ മാണിപ്പോളാണ് ഇന്ന് ഐ എം എ ട്രെയിനർ ഫോർ ദ ട്രെയിനേഴ്സ്. ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് പേളി മാണിനെ പോലെ ഒരു വലിയ നല്ല ആങ്കർ ആവാനാണ്. പേളി മാണിക്ക് സാറിനെക്കാട് കൂടുതൽ ഫെയിമും ഇൻഫ്ലുവൻസും ഇപ്പോഴത്തെ ജനറേഷനും ഉണ്ട്. അപ്പൊ സാറിന് പേൾ ചേച്ചിയോട് ചെറിയ ഈഗോയോ അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഒരു അച്ഛനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമല്ലേ സാർ? ഈഗോ ഉണ്ടോ സാറിന്? പേളിമാണി ചേച്ചിയോട്. എനിക്ക് ഈഗോ ഉണ്ടോ? യെസ്, എനിക്കുണ്ടോ? അല്ല, ചോദിക്കുന്നത് കറക്റ്റ് ചോദ്യമാണ്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ കുറെ ആൾക്കാർക്ക് ആങ്കറിങ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് സ്റ്റേജ് ഫിയർ കാരണം വരാൻ പറ്റാറില്ല. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ തന്നെ കുറേ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട് ഈ സ്റ്റേജ് ഫിയർ, ആൻസൈറ്റി അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സാറിന് വല്ല ടിപ്സോ അഡ്വൈസോ വല്ലതും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ആൻഡ് ഐ എം വെരി ലക്കി ഫാദർ ഫോർ ദറ്റ് മാറ്റർ. എല്ലാവർക്കും പ്രസൻറ്റർ ആവണം, എല്ലാവർക്കും ഒന്ന് പോപ്പുലർ ആവണം എന്ന് എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. എവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം? കാരണം ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഒരു ആവശ്യം ഉള്ള ഏരിയ ആണ്, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. കാരണം ദിസ് പർട്ടിക്കുലർ സബ്ജക്റ്റ് ഈസ് റെലവൻറ്റ് ടു യു. അത് നിങ്ങൾക്കത് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം ഇത് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുള്ളത് എനിക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയാവുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളെല്ലാവർക്കും മനസ്സിലുള്ള ഒരു താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി നീഡ് ടു ബിക്കം പോപ്പുലർ ഇൻ വാട്ട് എവർ ഫീൽഡ് യു ആർ ഗോയിങ് ടു. ഏത് ഫീൽഡ് നിങ്ങൾ പോയാലും അവിടെ പോപ്പുലർ ആവണമെന്നാണ്. ആണോ ഇല്ലേ? 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളൊക്കെ എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ മുമ്പിൽ നിങ്ങളെപ്പോലെ സ്റ്റുഡൻസായിട്ട് 20 കൊല്ലം മുമ്പ് ഇരുന്ന ആൾക്കാരൊക്കെ അവരെ മുറിയിൽ എനിക്ക് കയറിപ്പോണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വലിയ ആൾക്കാരാണ്. ടിൽ മൈ ഏജ് ഓഫ് 35 ഐ നെവർ സ്പോക്കൺ ഓൺ എ സ്റ്റേജ്. സ്റ്റേജിൽ സംസാരിച്ചിട്ടൊന്നുമില്ല ഞാൻ. എനിക്ക് സംസാരിക്കാൻ ഭയമായിരുന്നു ടിൽ മൈ ഏജ് ഓഫ് 35. ആ നേരത്ത് അങ്ങനെയൊക്കെ ഭയന്ന ഒരാൾ തന്നെയാണ്. പിന്നെ അറ്റ് ഏജ് ഓഫ് 36, 37 ഐ എൻഡ് അപ്പ് ബീയിങ് എ ട്രെയിനർ. സുന്ദർ പിച്ചൈ, നടയില്ല അറിയാലോ, സുന്ദർ പിച്ചൈ എന്നൊക്കെ പറയുന്ന ഗൂഗിളിൻ്റെയും അങ്ങനെയൊക്കെ സത്യം നടയില്ല എന്നൊക്കെ പറയുന്ന സാധാരണ സൗത്ത് ഇന്ത്യൻസ് ആണ്. അവരൊക്കെ ഇന്ന് ലോകത്തിനെ ഭരിക്കുന്ന ലീഡേഴ്സാണ് അവർ. ദേ കൺട്രോൾ ദ ഗൂഗിൾ. അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാനൊന്നും പറയുന്നില്ല. അത്രയും പവർഫുൾ ആയിട്ട് വരുന്നതിന് അവർ മാർക്ക് മാത്രം വാങ്ങിച്ചതുകൊണ്ടെന്നല്ല, അവരെക്കാട്ടിലൊക്കെ ഇൻ്റലിജൻ്റ് ആയ ആൾക്കാരെ കൂടെ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ബട്ട് ദേ ന്യൂ ഔ ടു കമ്മ്യൂണിക്കേറ്റ്. കമ്മ്യൂണിക്കേഷൻ എന്ന ആശയവിനിമയം അവർക്ക് ചെയ്യാൻ അവർ ചെറിയ പ്രായം തൊട്ട് തന്നെ പഠിച്ചു. 4 പേരെ മുമ്പിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഐഡിയ തരാം, നിങ്ങൾ സംസാരിച്ചോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർന്നു. ഏനിക്കണം. എന്താണ്? എല്ലാവരും ഏനിക്കണം. സാറേ എനിക്കത് ഞാൻ നാണം കെടണം. മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓൺ ദ സ്റ്റേജ് നടന്ന സംഭവമാണ്. വേദികളൊന്നും പറയുന്നില്ല, തിരുവനന്തപുരത്ത് മാത്രം പറയാം. ഐ വെന്റ് ടു ദ സ്റ്റേജ്, ഐ വാസ് ഇൻവൈറ്റഡ് വിത്തൗട്ട് മൈ പെർമിഷൻ. എനിക്കെന്ത് തുണിക്കട ഉണ്ടായിരുന്നു, അയാളുടെ ഗാർമെന്റ് ഷോപ്പ്. അവർക്ക് സ്പോൺസർ ചെയ്തു ഞാൻ അറിയാതെ. പെട്ടെന്ന് അവർ അനൗൺസ് ചെയ്തു, മാണിപ്പോൾ പ്ലീസ് കം ടു ദ സ്റ്റേജ് ആൻഡ് സേ ഫ്യൂ വേർഡ്സ് എന്ന്. ജന്മത്തിൽ നടക്കാത്ത ഒരു കാര്യം. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഭയങ്കര ഹാപ്പി. കാരണം നമ്മൾ കുടുങ്ങുമ്പോൾ ആരാണ് ഹാപ്പി? ഫ്രണ്ട്സ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ പോടെ ഇത് ഞാൻ നേരെ സ്റ്റേജിൽ വന്നു. അവിടെ ഒരു സാധനം കൊണ്ടുണ്ട്, പോഡിയം എന്ന് പറയും. അതെന്തിനാന്ന് വെച്ചാൽ വീഴാതിരിക്കാൻ പിടിച്ചോണ്ട് നിൽക്കാനാണ്. ഈ കയ്യും കാലും വിറച്ചോണ്ട് നിൽക്കുന്നു. അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ആകെ പറഞ്ഞ വാക്ക് താങ്ക് യു. അതും താങ്ക് യു പെട്ടെന്നൊന്നും പറഞ്ഞില്ല, ഒന്നും വരുന്നില്ല. അപ്പോഴാണ് അറിഞ്ഞത് ബോധം പോകാൻ വേറെ ഒന്നും ചെയ്യണ്ട, സ്റ്റേജിൽ വന്ന് നിന്നാൽ മതി. സ്റ്റേജിൽ നിന്നപ്പോൾ ബോധം പോയി. ആ മാണിപ്പോളാണ് ഇന്ന് ഐ എം എ ട്രെയിനർ ഫോർ ദ ട്രെയിനേഴ്സ്. ഭാഗ്യമാണ്. എൻ്റെ ബെസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വാസ് ആ സ്റ്റേജിൽ എന്നെ വിളിച്ചു വിട്ട പയ്യൻ ആനന്ദ്. ആ പയ്യനെ ഞാൻ മറക്കത്തില്ല. എല്ലാവരും അവൻ്റെ ദേഷ്യത്തിൽ കാണും. എൻ്റെ ഭാഗ്യമായിരുന്നു. അന്ന് നാണം കെട്ടപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു, എവിടെ നാണം കെട്ട അവിടെ ചെത്തണം എന്നൊക്കെ വാക്ക് അൺപാർലമെൻ്ററി എന്നൊക്കെ ആൾക്കാർ പറയും. എൻ്റെ മനസ്സിന് അതൊക്കെ അറിയൂ. കാരണം നിങ്ങളുടെ മനസ്സിന് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഭാഷ അറിയത്തില്ല. യുവർ മൈൻഡ് ഓൺലി അണ്ടർസ്റ്റാൻഡ്സ് ഇമേജ്, ഇമാജിനേഷൻസ് ആൻഡ് ഫീലിങ്സ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 10 കൊല്ലം കഴിഞ്ഞൊന്നല്ല ഞാൻ മാറിയത്. ജസ്റ്റ് വിത്തിൻ മന്ത്സ് ഐ ചേഞ്ച്ഡ് ആൻഡ് within 1.5 years I became one of the most wanted trainers in Kerala. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.